മൂന്ന് തരത്തിൽ പ്രത്യേകതകളുള്ള വിവേകമാണ് ഭാര്യാഭർതൃബന്ധത്തിൽ ഐശ്വര്യം നേടുവാനുള്ള രഹസ്യം. 1. ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം. സുഭാഷിതം 13:10. എപ്പോഴും ക്രിസ്തുവിൻ്റെ ദൈവശക്തിയുടെയും ജ്ഞാനത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക. 2. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. സുഭാഷിതം 13:16. ഭാര്യ-ഭർതൃബന്ധത്തിൽ ദമ്പതികൾ ഏത് പ്രവൃത്തികളും പരസ്പരം ആലോചനയോടെ ചെയ്യണം. 3. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. സുഭാഷിതം 14:29. ഭാര്യ-ഭർതൃബന്ധത്തിൽ പെട്ടെന്നുള്ള കോപം ഇരുവർക്കും പാടുള്ളതല്ല. താങ്കൾ കോപിക്കാനുള്ള സമയം എത്രയെന്ന് കണ്ടെത്തിയാൽ അറിയാം താങ്കൾക്ക് എത്രമാത്രം വിവേകമുണ്ട് എന്ന്. യേശുവിനെ കുരിശിൽ ആണിയടിച്ചു തൂക്കി, അപ്പോഴും അവിടുന്ന് വിവേകം വെടിഞ്ഞ് ആരോടും കോപിച്ചില്ല. മനുഷ്യനായിട്ട് അവതരിച്ച ദൈവത്തിൻ്റെ വിവേകത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത കോപമുള്ളവർ ഉപവാസവും പ്രാർത്ഥനയും വഴി അത് നേടിയെടുക്കണം. ശാരീരിക അസുഖമുള്ളവർ അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കണം. എന്നിട്ടും നിയന്ത്രിക്കാൻ പ്രയാസമുള്ള തരത്തിൽ പൈശാചിക കോപത്തിൻ്റെ ആത്മാവിന് അടിപ്പെട്ട് നിൽക്കുന്നവർ യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയുടെ സഹായം തേടണം.